ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു മോരുകറിയാണ്. അതിനുവേണ്ടി സാധനങ്ങൾ: ഞാൻ ഒരു പാക്കറ്റ് തൈര് പൊട്ടിച്ച് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞതുണ്ട്. ഇഞ്ചി ഇച്ചിരി ഏറെ വേണം, ഇച്ചിരി ഏറെ ഇഞ്ചി വേണം. കരിയാപ്പല, പിന്നെ നമുക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും അരയ്ക്കാനായിട്ട് വേണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം ഉലുവാപ്പൊടി അവസാനം ചേർക്കാനായിട്ട്. പിന്നെ കടുക് വേണ്ടത്, കടുകിൻ്റെ കൂട്ടി ഇടാൻ ഇച്ചിരി ഉലുവ വേണം. പിന്നെ വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ ആദ്യം ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ചതച്ചെടുക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് പാൻ അടുപ്പിലോട്ട് വെച്ച് അത് കത്തിക്കാം. ചൂടായി നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണ അതിൻ്റെ അകത്തോട്ട് കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. കടുക് പൊട്ടിക്കുമ്പോൾ ഒരു സ്വല്പം ഉലുവ, സ്വല്പം ഉലുവയേ ഉള്ളൂ. ആ ഉലുവ അതിൻ്റെ അകത്തോട്ടിട്ടു. അതൊന്ന് പൊട്ടിക്കഴിയുന്ന തന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള ഇഞ്ചി അതിൻ്റെ അകത്തോട്ട്, വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ടിട്ട് ഇഞ്ചി അതിൻ്റെ അകത്തോട്ട്. ഇഞ്ചി ഒരുമാതിരി വന്നു കഴിയുമ്പോൾ ഈ പച്ചമുളക് എരി അനുസരിച്ച് ഒട്ടും എരി വേണ്ടാത്തവരെ പച്ചമുളക് ഇടണ്ട. അല്ലാത്തൊരു ഇച്ചിരി എരി, മോരുകറിക്ക് ഒരു ഇച്ചിരി എരി വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കരിയാപ്പലയും കൂടെ കൊണ്ടിട്ടു. ഇത് നമ്മൾ നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ജീരകവും കൂടെ ചതച്ച് വെച്ചാണ്. അരച്ചോ ചതച്ചോ എങ്ങനെയെങ്കിലും എടുക്കുക. തീ നല്ലതായിട്ട് കുറച്ച് വെച്ചുകൊണ്ട് ഇതൊന്ന് വഴന്ന് കഴിയുന്ന മുളക് പൊടി, ഒരു സ്വല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്തു. ഇത് കഴിയുന്ന തന്നെ നമ്മുടെ തൈര്, ഉടച്ച് വെച്ചേക്കുന്ന തൈര് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. ഒരു സ്വല്പം വെള്ളവും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ഇത് തിളച്ച് പോയാൽ മോരുകറി പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കരുത്, ചെറിയ തീക്കാതിടണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ചൂടാകുക മാത്രമേ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് പിരിഞ്ഞു പോകരുത്. ഇത് ചിലർ ഇതിൻ്റെ അകത്ത് പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നവരുണ്ട്, ചിലർ കൊച്ചുള്ളി ചേർക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചേർക്കാതെ കൊച്ചുള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി നാൾ, കുറച്ച് ദിവസം ഇരിക്കത്തില്ല, എളുപ്പം തന്നെ അഴുക്കായി പോവും. അതുകൊണ്ടാണ് അത് രണ്ടും ചേർക്കാത്തത്. പക്ഷെ ഇതാവുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കും. നല്ലതായിട്ട് മേളിക്കൂടെ ആവി പറക്കുന്ന സമയത്ത് ഇത് നിർത്തണം, തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ആവിയൊക്കെ വരാനായിട്ട് തുടങ്ങി. നല്ലതായിട്ട് ഇത് ചൂടായി, നല്ലതായിട്ട് ആവി വന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂട് പറക്കുന്ന മോരുകറി. ഇങ്ങനെ നമ്മൾ എല്ലാവരെയും മോരുകറി ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. ഇത് പണ്ട് കാലം മുതൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മോരുകറിയാണ്. എൻ്റെ അമ്മയ്ക്ക് 86 വയസ്സായി. ഇപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന മോരുകറി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന ഇതേ സ്റ്റൈലിലാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.